നീതി ആയോഗ് 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിൻ്റെ ചുരുക്കപ്പേര്. DG അജയ് ചിബ്ബറിൻ്റെ ശിപാർശ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങിയ ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ്. നിലവിലത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുക്കാണ് ഇന്ത്യ ദി എമേർജിംഗ് ജയന്റ്. നീതി ആയോഗിൻ്റെ രണ്ടാമത്തെ ഉപാധ്യക്ഷനാണ് രാജീവ് കുമാർ. നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. നീതി ആയോഗിൻ്റെ ആദ്യ CEO സിന്ധുശ്രീ ഖുള്ളർ. അവസാന ആസൂത്രണ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി ആയിരുന്നു സിന്ധുശ്രീ ഖുള്ളർ. നീതി ആയോഗിൻ്റെ ആദ്യ CEO സിന്ധുശ്രീ ഖുള്ളർ. ആസൂത്രണ കമ്മീഷൻ്റെ അവസാന മെമ്പർ സെക്രട്ടറിയാണ് സിന്ധുശ്രീ ഖുള്ളർ. നീതി ആയോഗിൻ്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗങ്ങളാണ് VK സരസ്വത്, രമേശ് ചന്ദ്, VK പോൾ. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ രാജ്നാഥ് സിംഗ് ഡിഫൻസ്, അമിത് ഷാ ഹോം മിനിസ്ട്രി, നിർമ്മല സീതാരാമൻ ധനകാര്യം, നരേന്ദ്രസിംഗ് തോമർ കൃഷി. നീതി ആയോഗിൻ്റെ നിലവിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ് ഡോക്ടർ K രാജേശ്വര റാവു. നീതി ആയോഗ് ഉപാധ്യക്ഷൻ്റെ പദവി ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8. ഈ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നാണ്. നീതി ആയോഗിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹി, പുതുച്ചേരി. നീതി ആയോഗ് ഭരണസമിതിയിലെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി. നീതി ആയോഗ് ഭരണസമിതിയിലെ മറ്റംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിരം അംഗങ്ങൾ, 4 അൺഒഫീഷ്യൽ അംഗങ്ങൾ, സ്പെഷ്യൽ ഇൻവൈറ്റീസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത് പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലുമുള്ളവരെ. അൺഒഫീഷ്യലായിട്ടുള്ള അംഗങ്ങളാണ് പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ: വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. കാർഷിക മേഖലയെ മിശ്രകാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്കെത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസകേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണിശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. 2022 മുതൽ 2023 വരെ ലക്ഷ്യമാക്കി നീതി ആയോഗ് ഇന്ത്യയ്ക്ക് വേണ്ടി പുറത്തിറക്കിയ പദ്ധതി ദ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആക്ട് 75. നീതി ആയോഗിനു കീഴിലുള്ള ഒരു പ്രധാന സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് NILERD. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ നീതി ആയോഗ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് നീതി ആയോഗ്. അമിതാഭ് കാന്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ബ്രാൻഡിംഗ് ഇന്ത്യ, ആൻ ഇൻക്രെഡിബിൾ സ്റ്റോറി, ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0, സിനർജീസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഗവേണൻസ്. നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 4 പ്രധാന തലങ്ങളായി തിരിക്കാം. 1. നയവും പ്രോഗ്രാം ഫ്രെയിംവർക്ക്. 2. കോർപ്പറേറ്റീവ് ഫെഡറലിസം. 3. നിരീക്ഷണവും വിലയിരുത്തലും. 4. തിങ്ക് ടാങ്ക്, നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്. നീതി ആയോഗിൻ്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസ് ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ് DMEO. രാജ്യത്തെ അപെക്സ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ M&E
ഓഫീസ് എന്ന നിലയിൽ സർക്കാർ നയങ്ങളുടെയും പരിപാടികളുടെയും ആണ്ട് ഈ വഴി ദേശീയ വികസന അജണ്ട കൈവരിക്കുന്നതിന് DMEO സർക്കാരിനെ പിന്തുണക്കുന്നു. നീതി ആയോഗിന്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസായി DMEO ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ചത് 2015 സെപ്റ്റംബർ 18.